അഞ്ഞന കണ്ണെഴുതി ആലിലത്താലിച്ചി. ഇത്തവണൂടെ തോറ്റ മൂക്ക് തുളച്ചും കുണുക്കിടും. ആരുടെ മുഖ തുറക്കുന്നത് കാണാലോ. ദാമു, സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. പാതി അടിക്കാതെ കളി അപ്പൊ കാണാലോ. അതിന് സുഖം. അപ്പൊ അത് ശരി. കള്ളക്കളി അല്ലേ? അങ്ങനെ വേണ്ട, സ്വന്തം ചെവിയിൽ നേരെ സൂത്രം തുടങ്ങി. കുറച്ചു നേരത്തേക്ക് നടത്തിരിക്കാം. വേഗം പ്ലീസ്. ആരാ? നിന്റെ തന്ത. Good morning, sir. पंकज उधार बेस्ट मीट ഈറ്റ് യഹൂദി മെനു ഇൻ രവിശങ്കർ. എടാ, നമ്മുടെ AR വെക്കുന്ന മെനുവിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, അതുണ്ടോ? താഴെ ഇരിപ്പുണ്ട് സാർ. ആ എടാ, ഞാനൊന്ന് കേട്ടിട്ട് വരാം. ബൈ. എല്ലാവരും ഒന്ന് ലൈനായിട്ടൊന്നേ നിക്കണം. എന്താടാ കാലിനൊരു ഏന്തല്? വല്ലവരും തല്ലി പിടിച്ചോ? നിനക്കൂടെ വേണ്ടിട്ടാ പറഞ്ഞ മാറണം. അപ്പോ ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാല്, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. ചോദ്യങ്ങൾ എന്ന് പറയുമ്പോ ഞങ്ങൾ പോലീസുകാരുടെ ഇടയിൽ പലതരം ചോദ്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് 3 തരം. മനസ്സിലായോ? 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 ഇല്ല. ഒന്നാമതായിട്ട് ചോദിക്കാതെ പറയാം. അതായത് സാർ ഇവിടം വരെ വന്നു, ഞങ്ങളെയൊക്കെ കണ്ടു, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്നാ ഉള്ള കാര്യങ്ങളെല്ലാം സാറിനോട് തുറന്ന് പറഞ്ഞു കളയാം. അങ്ങനെ വല്ലതും പറയാനുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ പിന്നെ രണ്ടാമതായിട്ട്
കൈ പൊക്കടാ. ഓ രണ്ടാമതായിട്ട് ഞങ്ങൾ ഈ വാരിയലുണ്ടല്ലോ, വാരിയലിൽ പതുക്കെ ഇങ്ങനെ ഇക്കിളിടും. ഇക്കിളിയുണ്ടല്ലോ. പറ 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 പറ. ഇക്കിളുണ്ടോ? ഇല്ലേ? ഇല്ലയോടാ? ഇല്ലേ? കൊണ്ടോടാ. ഇല്ല. ഇല്ലേ? അവന് ഇല്ല. നിനക്കോ ഉണ്ടോടാ? ഉണ്ടോ? ആ കൈ ഒന്നുമില്ല അല്ലേ? ആ ഇകളില്ലേ? ഇകളില്ലേ? അപ്പോ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് എവിടെ ആവശ്യ പറഞ്ഞു പറയാൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഓഹോ, അതറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നേ. പിന്നെന്തിനാ ഇത്ര വലിയ നാടകം? നാടകോ? ഞാനാണോ നാടകം കളിക്കുന്നേ? ഇത്രയും ദിവസം ഇവിടെ കുഴഞ്ഞാടി ജീവിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇവന്മാര് ചെയ്തതെന്നറിയോ? കിഡ്നാപ്പിംഗ്. അത് വകുപ്പ് പറയാ. എന്നെ ആരും കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. ഓ അത് ശരി, സുഖവാസത്തിന് വന്നായിരിക്കും. നാണം ഉണ്ടോടി നിനക്ക്? വിളിച്ചു താമസിക്കാൻ കൊണ്ടൊരു കമ്പനി. ഓ പണക്കാരനുണ്ടല്ലോ. എടി ഇതിനും അനാവശ്യം പറയരുത്. എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ ഞാൻ താമസിക്കും. കുറെ ദിവസം താമസിച്ചല്ലോ, ഇനി താമസിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. വാരര മാസം മോളായി പോയി. ഇല്ല എന്നെ തനിനിറം ഞാൻ കാണിച്ചു തന്നെ. സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ അന്വേഷിച്ച് എന്റെ അടുത്താ വരുന്നേ. ഞാൻ വായിപ്പിക്കാമേ ഫൂൾ. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? കേരളക്കാരോടുമാരെല്ലാം വണ്ടിയിൽ ഒരു മിനിറ്റ് പ്ലീസ്, ഒന്ന് വരൂ. വീട്ടിൽ നിന്ന് അന്വേഷിച്ച് പത്ര ഓഫീസിൽ വന്നിരുന്നു. ഭാഗ്യത്തിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അസംബ്ലി കവർ ചെയ്യാൻ തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണെന്നൊരു നുണയും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അതൊരു കുറ്റമായി പോയെങ്കിൽ അങ്ങ് ക്ഷമിച്ചു കളഞ്ഞേരും. സാർ, ഇനി ഞാൻ സത്യം പറയാം. അവരെന്നെ കിഡ്നാപ്പ് ചെയ്തത് തന്നെയാണ്. അറിയാം, ഞെട്ടുന്നൊന്നുമില്ല. ഈ കുട്ടികളൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയെന്നേ ഉള്ളൂ. ബേസിക് ബില്ലിനുള്ളവരല്ല, പാവങ്ങളാണ്. നല്ല പാവങ്ങളാ. ഉഷയ്ക്ക് ഇവരെ ഇന്നലെ വരെയുള്ളൂ. എനിക്കിവരെ വർഷങ്ങളായിട്ട് അറിയാം. പ്രത്യേകിച്ച് ആ ദാമുവിനെയും സണ്ണിയും. വേറൊരുത്തരം കൂടെ ഉണ്ട്, അജിത്ത്. അള്ള കള്ളോറവൻ. ആ കോളേജിൽ എന്തലമ്പുണ്ടായാലും ഞാൻ ആദ്യം ഇവന്മാരെ മൂന്നിനെ പിടിച്ച് അങ്ങ് പൂശും. ഇത് ആദ്യമായിട്ടൊന്നും അല്ലെന്നേ, ഞാൻ ഇവന്മാരെ ഇതിന് മുമ്പും തല്ലിയിട്ടുണ്ട്. ചേച്ചി നമ്മൾ ഒറ്റയ്ക്ക് കൊടുക്കാണോ? എല്ലോടിച്ചത് ഓരോന്നായിരിക്കും. ഒന്ന് പോടായിരുന്നു. ചേച്ചി വന്നില്ല, കാണായിരുന്നു. എനിക്ക് എപ്പോഴെങ്കിലും പോവാം, ആരും എന്നെ തടയാനില്ല. പക്ഷേ ഈ അവസരത്തിൽ ഞാൻ ഇവിടുന്ന് പോയാൽ എല്ലാം പഴയതുപോലെയാവും. ഞാൻ ആ ലേഖനം എഴുതി. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി. മനഃപൂർവ്വമല്ല. ഈ 4 പേരെയെങ്കിലും തിരുത്താൻ കഴിഞ്ഞാൽ. ഞാനെന്ത് പറയാനാ? ഒന്നും പറയുന്നില്ല. എല്ലാ ഉഷയുടെ ഇഷ്ടം. ഇനിയിപ്പോ ഞാൻ വീട്ടിലെന്ത് പറയണം? ആ ചാക്കോച്ചനോട് എന്ത് പറയണം? അതുകൂടെ ഒന്ന് പറഞ്ഞതാ. സാർ എന്നെ ഒന്ന് സഹായിക്കണം. എന്തെങ്കിലും ഒരു നുണ പറഞ്ഞു പ്ലീസ്. സാർ അമ്മയെ കാണാൻ പോയോ? ഇല്ലെന്നേ, എന്തൊരു പുലിവാലാണെന്ന് നോക്കണേ. എന്നെ കൊണ്ട് വയ്യ. ഇനിയിപ്പോ അങ്ങോട്ട് ചെല്ലുമ്പോ അമ്മ എന്നെ കൊല്ലും. ഓഹോ, കളിയാക്കിയതാണല്ലേ?
അല്ല സാറ് നമ്മൾ തമ്മിൽ ഇത്രയൊക്കെ പരിചയമായി അടുപ്പമായി. ഇനി ഈ സാറേ സാറേ എന്നുള്ള വിളിയും ഒഴിവായിക്കൂടെ? കേൾക്കുന്നവർക്കും പോറ്, പറയുന്നവർക്ക് അതിലേറെ പോറ്. എന്നാ മിസ്റ്റർ പ്രതാപ് ആണ്ട കിടക്കുന്നു. ഞാൻ വിചാരിച്ചു വല്ല ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നു. അവരുടെ ഒരു തമാശ. എന്താടാ വീട്ടിലൊരു അതി വന്ന ഒരു ചായ കൊടുക്കാനുള്ള മര്യാദ ഒന്നും അറിയില്ലേ? അപ്പൊ സാറിന് ചായ എടുത്തുണ്ടോ? ആ പിന്നെ ആ മെനുവിന്റെ ഡിസ്കൂടെ എടുത്തോ. വേഗം ചെല്ലടാ, കേട്ടിട്ട് തരാം. ഇവിടെ വേനുണ്ടോ? എന്നിട്ട് അയ്യോ 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 അയ്യോ. ഇതില് വല്ല മയക്കുമരുന്നും കലർത്തിയിട്ടുണ്ടോടാ? അയ്യോ സാറ് ചുമ്മാ. ആ പിന്നൊരു കാര്യം, ഇത്രയും ദിവസം നിങ്ങൾ 5 പേരും മാത്രം അറിഞ്ഞൊരു കഥയാണിത്. ഇന്ന് 6ാമതൊരാളൂടെ അറിഞ്ഞിരിക്കുന്നു. അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. നിങ്ങളെ വിശ്വസിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ ഞാൻ തിരിച്ചു പോവാണ്. ഐ എം ടേക്കിംഗ് എ റിസ്ക്. എന്ന് വെച്ചാൽ മൊത്തം കാര്യങ്ങൾ രഹസ്യമായിരിക്കണമെന്ന്. ആ അത് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്റെ മൂക്കിന്റെ മുമ്പത്ത് വെച്ച് ഇത്രയും അഭ്യാസങ്ങൾ കാണിച്ചവരല്ലേ? അല്ലടാ ഞാൻ പറ്റേ പറ്റാ. നിരാഹാരം നിരാഹാരം പിരിവ് എങ്ങനെയാ? വിവരം പറയാം. നഷ്ടപരിഹാരം സംഭാവന ഗുഡ് മോർണിംഗ് സർ. സംഭാവന നിരാഹാരം നിരാഹാരം മരണം വരെയും മരണം വരെയും മരണം വരെയും നഷ്ടപരിഹാരം നഷ്ടപരിഹാരം. പൊന്നു സാറേ, സാറിങ്ങനെ കറങ്ങി നടന്നാൽ എങ്ങനെ? എന്നാ അതിനൊരു അവസാനം? കണ്ടില്ലേ വേറെ നിന്റെ കിടപ്പം പഴുതി? അതേ ദഹനക്കേടുണ്ടായിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ സാറേ, ഇതൊന്ന് തീർക്കണ്ടേ? കുറെ ദിവസം ആയല്ലോ, തീരാറായില്ലേ? കുറ്റിയും കൊല്ലൊക്കെ പറഞ്ഞിട്ട് പോടെ. അമ്മയുടെ നിരാഹാരം അങ്ങനെ അങ്ങ് പോയാലോ സാറേ? മറ്റേ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിച്ചു. ആ അത് ശരി. ഇനി നിനക്കൊക്കെ വേണ്ട ഞാൻ കൈക്കൂലി പിടിക്കാൻ നടക്കണം. അതല്ല സാറേ, സാറ് പറഞ്ഞ ചാക്കോച്ചൻ കേക്ക്. ഇത്രയും ദിവസം ഞങ്ങൾ ഇവിടെ കുത്തിയിരുന്നതല്ലേ, മെനക്കേട് കൂലിയെങ്കിലും തരാൻ പറ. ഹോട്ടലുകാരോട് സമാധാനം പറഞ്ഞ് മടുത്ത്. സാർ ഒന്ന് സഹായിക്കണം, കാല് പിടിച്ച് പറയാം. ശരി, ചാക്കോച്ചനെ ഒന്ന് കയറി കണ്ടുകളാ, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ തരുന്നത് വാങ്ങിച്ചോണ്ട് പോയിക്കോണം. കാശിന്റെ കാര്യം പറഞ്ഞ് അവിടെ എന്തെങ്കിലും കശപിശ ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നീയൊക്കെ എവിടെ ആയിരിക്കും അറിയാമല്ലോ. അയ്യോ അറിയാമേ. എവിടാ? അകത്ത്. അല്ല, ആശുപത്രിയിൽ. ആ മിടുക്കൻ. അജിത്തും കൂട്ടും വരുന്നുണ്ട്. യാതൊരു കാരണവശാലും അമ്മമാരെ അകത്തേക്ക് പറഞ്ഞു മനസ്സിലായി. പിന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും കഴിയുന്നോ ഇവിടെ എവിടെയായിരുന്നോ കന്നുകാലികളെ? ആ ഭാഗത്തേക്കൊന്നും കാണാനില്ലായിരുന്നല്ലോ. മുദ്രാവാക്യം വിളിച്ച് ചങ്ക് പൊട്ടി. അറിയാ, നമുക്കിന്ന് കോമ്പൻസേഷൻ കിട്ടി. കിട്ടിയെന്ന് വെച്ചാൽ തന്നൊന്നുമല്ല, ബലം പ്രയോഗിച്ച് മേടിച്ചു. അതിന് ഷെയർ വേണോ? വേണ്ട. വേണോ? ഏതാ നമുക്ക് ഇത് ഷെയർ ചെയ്യാം. ഇവിടെ അറിയില്ലേ? LC, മേരി, മഞ്ജു. അല്ലയോ, നമുക്കിന്ന് ആഘോഷിക്കണ്ടേ? എടാ പോയി ക്ലാസ് എത്രയോടാ? അജിത്തെ, ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റത്തില്ല. എന്റെ ഫാദർക്ക് ഇപ്പൊ വരും. ഓ ഫാദറിനെ പേടിയുള്ള ഒരു പുണ്യാള് എന്ന് തുടങ്ങിയത്. എടാ പോയി ക്ലാസ് എത്രയോടാ? അജിത്തെ, ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഓ നിനക്ക് ഗ്ലാസ് വരാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഞങ്ങൾ റോ ആയിട്ട് അടിച്ചോളാം. കൊണ്ടാ കൊടുക്ക. കണ്ടോ? അജിത്തെ ചുമ്മാ കളിക്കരുത്, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അജിത്തെ ഒരുമാതിരി പോകത്തിന് കാണിക്കരുത് കേട്ടോ. ഒന്ന് പോടാ അവിടെ നിന്ന്. വാടി, ഇത് നമ്മുടെ സ്വന്തം വീടാ. എവരും തമാശ കാണിക്കുന്നത്.
നീ പേടിക്കൊന്നും വേണ്ട, ഇത് വേണ്ട തമാശയാ. വാ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. പ്രശ്നം ഉണ്ടാകല്ലേ? നീ എന്നെ തല്ലുകൊള്ളാനും മുദ്രാവാക്യം വിളിക്കാനും ഞാൻ